എൻ്റെ പേര് നയന. എനിക്ക് ഏകദേശം 31 വയസ്സുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. ഏകദേശം ഒരു 2.5 വർഷമായി ഇവിടുന്ന് പോയിട്ട്. ഒരു ഭർത്താവുണ്ടെന്ന് പറയുന്നതല്ലാതെ ഏത് സമയം ഞങ്ങൾ തമ്മിൽ അടിയും വഴക്കും എല്ലാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കല്യാണം കഴിഞ്ഞ് ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് സമാധാനം എന്താണെന്ന് ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മായിയമ്മയിൽ നിന്ന് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഭർത്താവായിട്ടുള്ളൊരു മനുഷ്യൻ എനിക്ക് ചേരുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവസാന വർഷം ലീവിന് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ മൊബൈൽ കാണാൻ ഇടയായി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയോ സ്ത്രീകളുമായിട്ട് നിൽക്കുന്ന കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും ഞാൻ കണ്ടു. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വന്നു. ഞാൻ കുറേയധികം പൊട്ടിത്തെറിച്ചു. ശേഷം ഞങ്ങൾ തമ്മിൽ നല്ലൊരു അടിയും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ആ ഒരു കാര്യത്തിലൊന്നും ഇപ്പോഴും കുറവില്ലെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കാരണം എപ്പോൾ വിളിച്ചാലും ഫോൺ എൻഗേജ്ഡായിരിക്കും. ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുളിമുറിയിൽ നിന്ന് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മാക്സിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് കണ്ണാടിയിൽ നിന്ന് നേരെ എൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ച് നോക്കുമായിരുന്നു. ഒരു പ്രയോജനമില്ലാത്ത സൗന്ദര്യം എന്നൊക്കെ ഞാൻ മനസ്സിൽ തന്നെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ കൊട്ടിരിക്കുന്ന ആ ഒരു ചെറിയ പൊട്ടെടുത്ത് എൻ്റെ നെറ്റിയിൽ തൊട്ട് വെച്ചു. ആ സമയത്തായിരുന്നു അമ്മായിമ്മ അകത്തേക്ക് കയറി വന്നത്. മോളെ, നീ അറിഞ്ഞോ, അപ്പുറത്ത് നല്ല ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ചെറുക്കൻ്റെ കാര്യം ഒന്നും പറയണ്ട എന്നായിരുന്നു അമ്മായിമ്മ പറഞ്ഞത്. ഞാൻ ആ നിമിഷങ്ങളുണ്ടെങ്കിൽ അമ്മായിമ്മയെ ഒന്ന് നോക്കി. ഞാനും കേട്ടായിരുന്നു. ആ ചെക്കനാണെങ്കിൽ ഒരു പൊട്ട ചെറുക്കനാണ് മോളെ. പഠിക്കത്തില്ല. എത്ര നാളായിട്ട് അവൻ എക്സാമിങ്ങനെ എഴുതി നടക്കുന്നു. അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടി ജോലിക്ക് പോകുന്നു. പിന്നെ കുറേ പിള്ളേരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് സെറ്റിലാവുന്നു. ഇവൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. എന്ത് പയ്യന് ആ ഒരു ലീലയുടെ ഗതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറയണമല്ലോ. അമ്മായിമ്മ അതും പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി. ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് ആ ഒരു പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നിലത്തെ വാതിലിൽ ആരും വന്ന് നിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നി. ഇതാര്, ലീലേച്ചിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലീലേച്ചി ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ആ പറഞ്ഞ പയ്യൻ്റെ അമ്മയാണ്. ലീലേച്ചി ഒരു പുഞ്ചിരിയോടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ലീലേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ, ഞാനാണെന്നുണ്ടെങ്കിൽ തെക്കലെ ഷീബ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. മറ്റൊന്നുമായിരുന്നില്ല, അനിയുടെ കാര്യം അറിയാലോ. അവനാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിലാണെങ്കിൽ വളരെ മോശവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിപ്പോൾ എത്ര വിഷയത്തിൽ തോറ്റാന്നറിയാമോ. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ലീല ചേച്ചി പറയുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അതിപ്പം എന്നോട് പറഞ്ഞിട്ട് എന്താണ് ചേച്ചി കാര്യം, ഞാനെന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച സമയത്തിന് ലീലേച്ചി പറഞ്ഞു, മോളി സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ, മോൾക്ക് എന്തെങ്കിലും അവനൊന്ന് പറഞ്ഞു കൊടുത്തോടെ എന്ന് ലീലേച്ചി എന്നിട്ട് ചോദിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ ലീലേച്ചി എടുത്ത് തിരിച്ച് മറുപടി പറഞ്ഞു, അയ്യോ ചേച്ചി, ഞാനാണെന്നുണ്ടെങ്കിൽ പഠിച്ചതെല്ലാം വേറേതായിരിക്കും. ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റും കാര്യങ്ങളും തന്നെ ആയിരിക്കില്ല ഞാൻ പഠിച്ചത്. മോള് നേഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോയതല്ലേ, അവനും ഈ സയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല, അതാണ് മോളെ പ്രശ്നം എന്ന് ലീലേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ലീലേച്ചിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ടിരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഇനി ഒരു ശല്യം കൂടെ എനിക്ക് താങ്ങാൻ വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ ലീലേച്ചിയെ പറഞ്ഞു വിടാനായിട്ട് വരുമ്പോൾ അമ്മായിയമ്മ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ലീലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ഞാൻ അമ്മായിയമ്മയെ നോക്കി. അമ്മായിയമ്മ എന്നെ ഒന്ന് കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ലീലേച്ചിട്ടായി പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യില്ലേ, അനി എന്തൊക്കെയാലും ഇങ്ങോട്ട് പറഞ്ഞുവിട്, അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, അല്ലാതിപ്പം എന്ത് ചെയ്യാനാണ്, പിള്ളേർ പഠിക്കാത്തതിന് നമ്മളിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ അമ്മായിമ്മ ലീലേച്ചിയോട് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലീലേച്ചി അതെല്ലാം കേട്ട് സന്തോഷത്തോടെ പുറത്തോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ അമ്മായിമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് പണിയായി കാണിച്ചത്, അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പോയിരിക്കുക. സയൻസൊക്കെ പഠിച്ചിട്ട് എത്ര കാലമായെന്നറിയോ. ഇനി ഇതും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് പഠിപ്പിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണമ്മേ എന്ന് ഞാൻ അമ്മായിയമ്മയോട് തന്നെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. നീ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, നിനക്ക് അറിയാവുന്നതൊക്കെ, അല്ലാത്തതൊക്കെ അങ്ങനെ ഇനി പഠിച്ചെടുത്തോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മ പോയി. എനിക്കിത് ആരോട്
ചോദിച്ചിട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഞാൻ ഫോണെടുത്ത് ഭർത്താവിനെ ഒന്ന് വിളിക്കാൻ നോക്കി. ആ സമയത്തും ഫോൺ എൻഗേജ്ഡും പിന്നെ ബിസിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നും ഒരു രക്ഷയില്ല. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിറ്റേ ദിവസം ഒരു ഉച്ച സമയമായ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ആരോ ഒരാൾ നിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നി. പാത്രം കഴുകുന്ന സമയത്ത് ഞാൻ ഒരു യെല്ലോ നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്, ഒരു പൂക്കളമുള്ള നൈറ്റി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു നൈറ്റി ലവറാണ്. എനിക്ക് നൈറ്റി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നൈറ്റി ഇട്ടുകൊണ്ട് ഞാനങ്ങനെ നിന്ന് ആ ഒരു പാത്രങ്ങളെല്ലാം തേച്ച് കിടന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമീപ്യം ഞാൻ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഞാൻ പേടിച്ചു പോയി. അത് അനിയായിരുന്നു. അവൻ പഠിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ നിമിഷം തന്നെ പറഞ്ഞു, അയ്യോ ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ശേഷം ഞാൻ അനിയടുത്ത് പറഞ്ഞു, അനി നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു കസേരയിലോട്ട് പോയിരുന്നു, ഞാനതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവനൊരുമാതിരി പൊട്ടം പിള്ളേരാണൊക്കെ ഇങ്ങനെ നിളിക്കായിരുന്നു, ഹീ ഹീ എന്നും വെച്ച്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നിമിഷം എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ വിചാരിച്ചു. അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവൻ മര്യാദയ്ക്ക് തന്നെ അവിടെ പോയിരുന്നു. ശേഷം ഞാൻ എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി അന്ന് പറക്കി വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കൈയും തുടച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ അതേ ഇളയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഒന്നും പുസ്തകം എടുത്ത് വെച്ചിട്ട് പോലും നോക്കുന്നില്ല. അവൻ നേരെ നോക്കിയിരുന്ന് ചിരിച്ച് ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് ചെന്നിട്ട് ഒരു വാണിംഗ് എന്ന് പറഞ്ഞു, അനി ഇനി കുറച്ച് സീരിയസ് ആണ്, എന്തൊക്കെയാലും നീ ഇവിടേക്ക് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തമാശയും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഞാൻ തന്നെ അവനോട് താക്കീത് ചെയ്തു. അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിച്ചു. ശേഷം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവൻ എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ആ ഒരു ദിവസത്തെ ക്ലാസ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സാണ്. ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് ഞാൻ റെഡി ആയിട്ടിരുന്നു. ആ സമയം വന്ന സമയത്ത് ഞാൻ തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചു. അങ്ങനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായ നല്ല മറുപടിയും ഉത്തരങ്ങളും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അവൻ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അവൻ എന്താണ് പ്രശ്നം, ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ ചിക്കനാണെന്ന് തോന്നും. പക്ഷേ അവൻ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് അവൻ എങ്ങനെ തോക്കുന്നു അതൊന്നും എനിക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതെല്ലാം ഓരോന്നോരോന്നും വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു. അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. ജീവശാസ്ത്രത്തിൻ്റെ ആ ഒരു ചാപ്റ്ററും കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അതെല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ സംശയവും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാനും കുറച്ച് ഫ്രണ്ട്ലി ആയി. അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ്റെ ആ സ്വഭാവം, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ പോലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം എന്നതിനപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. അവനെ കുറച്ചുകൂടി എളുപ്പമായിട്ട് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം നന്നായിട്ട് പഠിക്കാനൊക്കെ അവന് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് പഠിച്ചെടുക്കത്തില്ലേ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു. ഞാൻ ഓരോന്നോരോന്നും വളരെ തിയറിറ്റിക്കൽ സബ്ജക്റ്റും കൊടുക്കുന്ന സമയത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇനി ഞാൻ പരീക്ഷയ്ക്ക് തോക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊന്ന് പുഞ്ചിരിച്ചു. അനി നീ ഇതെല്ലാം നോക്കിയിരുന്ന് നന്നായിട്ട് പഠിക്കുക, നിനക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് മാർക്ക് മേടിച്ച് പാസ്സാകാൻ പറ്റും എന്ന് തന്നെ ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഓരോരോ ഹ്യൂമൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇതൊക്കെ എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതും റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, ഈ ചിത്രത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അത് ഓരോരോ ഓർഗൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, മനുഷ്യൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഇനി പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, ഇതൊക്കെ കുറച്ച് തൊല്ലയാണ് ചേച്ചി, ഒരു യാഥാർത്ഥ്യമായിട്ട് ചില ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്,
ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിലബസ് നോക്കി പഠിക്കേണ്ടി വരും. സിലബസ് നോക്കി പഠിക്കുന്നതും പിന്നെ ഈ ഒരു റിയൽ ആയിട്ടുള്ള കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ ചേച്ചി. പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ ചെറുക്ക, നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാകണ്ടേ? ഇപ്പം തന്നെ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ജോലിക്ക് പോകുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ പോലെ സെറ്റിൽ ആവുന്നവരുണ്ട്. നീ ഇപ്പം ഇതും പഠിച്ചുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ അത് മോശമല്ലേ? അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി നോക്ക്, നിനക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്താണെന്ന് വെച്ചാൽ അയക്കൊള്ളാമല്ലോ എന്നൊക്കെ ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ച് നോക്കി. അവൻ ഒരു മനസ്സോടെയാണെന്നുണ്ടെങ്കിലും എല്ലാം കേട്ടു. ശേഷം എൻ്റെ അടുത്ത് വീണ്ടും സംശയവും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പ്രേമമൊന്നും ഉണ്ടായിട്ടില്ലേ ഈ കോളേജിലും പ്ലസ് ടുവിലും അങ്ങനെയൊന്നും? പെട്ടെന്ന് തന്നെ ഞാൻ അതിശയിക്കുന്ന ഒരു കാര്യമായിരുന്നു അവൻ പറഞ്ഞത്. മറ്റൊന്നും വരുന്നില്ല എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് നേരെ ചൊവ്വേ ഞാൻ ഗേൾസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലില്ല, പിന്നെ എങ്ങനെയാ പ്രേമം ഉണ്ടാവുന്നത്? അവൻ്റെ ആ നിഷ്കളങ്കമായ തുറന്നു പറച്ചില്ലേ ഞാൻ പെട്ടെന്ന് അങ്ങ് ചിരിച്ചു പോയി. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, പെട്ടെന്ന് അങ്ങനെ പറയുന്നത് ഞാൻ പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് അപ്പം തന്നെ തോന്നി എനിക്ക് ഈ പ്രേമവും മണ്ണാങ്കട്ടയും കാര്യങ്ങളും ഒന്നും കാണത്തില്ലെന്ന്. നീ ഒരു പഞ്ചിക്കുട്ടിയാണ്, പക്ഷേ ഇങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ആൺകുട്ടികളാകുന്ന സമയത്ത് കുറച്ച് പക്വതയും കാര്യങ്ങളൊക്കെ കാണിക്കണം. പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും നിൻ്റെ തലയിൽ കയറത്തില്ലേ? പിന്നെ നിനക്ക് നല്ലൊരു കേൾസോ കാര്യങ്ങളോ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രേമമൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെയാണ് നോക്കുന്നത്. നിന്നെ പോലെ ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതൊക്കെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കളഞ്ഞിട്ട് പോകും കല്യാണം കഴിഞ്ഞാൽ തന്നെ. നീ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആവണം. ഇതൊക്കെ ചോദിക്കുന്ന എന്നോട് തന്നെ ചോദിക്കുന്ന സമയത്ത് ഈ സംശയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് തീർക്കേണ്ടതാണ്. അതൊക്കെയല്ലേ ഈ ഒരു ചാപ്റ്ററിനകത്ത് കൊടുത്തേക്കുന്നത്. അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരണം എൻ്റെ കുട്ടി. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ലേ ചേച്ചി ഞാനിതൊക്കെ ചോദിക്കുന്നത്. ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ നിഷ്കളങ്കമായ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ തന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഫ്രണ്ട്സ് അങ്ങനെ സംസാരം കാര്യങ്ങളൊന്നുമില്ല, മിണ്ടാട്ടമൊന്നുമില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചു ഇങ്ങനെ. ആ സമയത്തിന് അവൻ പറഞ്ഞു, എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അല്ല, നിൻ്റെ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളൊക്കെ സാധാരണ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് ഇതേപ്പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കാറ് പോലുമില്ല എന്ന് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുമ്പം അവനൊരു നിരാശാഭാവത്തോടെയിരുന്നു. വീണ്ടും എൻ്റെ ഒരു സംശയം മാറില്ല. ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, നീ ഈ ഫിലിംസും കാര്യങ്ങളും അങ്ങനെയൊന്നും കാണാറില്ലേ? അങ്ങനെ ചില ഇതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ലേ? ഒരു എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിലും ഓരോ മൂവീസ് കാണുമ്പോഴും നമുക്ക് തോന്നത്തില്ലേ എന്നൊക്കെ ഞാൻ അവനോട് ചോദിക്കുന്ന സമയത്ത് അവന് അതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ലായിരുന്നു. അതേസമയം എൻ്റെ മൊബൈലിൽ ഞാൻ ജീവശാസ്ത്രപരമായ ഒരു സ്റ്റഡീസിൻ്റെ ക്ലാസ് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. അതിൽ എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം അവനത് കാണുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളും അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ സമയത്തും അവൻ്റെ അടുത്ത് ഓരോ ക്ലാസ് പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നെല്ലാം അവനത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സമയമായപ്പോൾ തന്നെ അമ്മായിയമ്മ വീട്ടിലില്ലായിരുന്നു. അമ്മായിയമ്മയാണെന്നുണ്ടെങ്കിൽ വായനശാലയിൽ എന്തോ ഒരു മീറ്റിംഗ്, അവിടേക്ക് പോയായിരുന്നു. മഴയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനും അവനും കൂടെ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. എനിക്ക് ഇതേപ്പറ്റിയുള്ള വീഡിയോസ് ഇനിയും കാണണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ ചെന്നതിന് ശേഷം വെബ്സൈറ്റിൽ എന്തെങ്കിലും നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പം വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ലഭ്യമാണല്ലോ, പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു, വീട്ടിലാണെങ്കിൽ അങ്ങനെ ഫോണൊന്നും തരത്തില്ല ചേച്ചി, എനിക്ക് കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പരീക്ഷയ്ക്ക് തോറ്റതല്ലേ, പിന്നെ ചെന്ന് അമ്മയുടെ അടുത്ത് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് തന്നെ പറയുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ 25 വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ തന്നെയല്ലേ, ഒരു ഫോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്, സ്വന്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അസമയം എനിക്ക് ആദ്യമൊന്നും വിശ്വാസം വന്നില്ല.
പിന്നെ അവൻ്റെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടി ഇന്നലെ ജനിച്ചു പോയ എന്നൊക്കെ പറയുന്ന കണക്കാണ് അവൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ. ഞാൻ എല്ലാം കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എൻ്റെ ഫോണിൽ തന്നെ ഓരോ മൂവീസ് കാര്യങ്ങളും ഞാൻ അവനെ എടുത്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും കണ്ട് ഓരോ പ്രണയ മൂവീസും അങ്ങനെയുള്ള കാണുന്ന സമയത്ത് അവന് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രേമിക്കാതിരിക്കുന്നത് നല്ലൊരു നഷ്ടമായിപ്പോയി അല്ലേ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ആർക്കാ തോന്നാത്ത ചേച്ചി, എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഉറക്കെ ചിരിച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിൽ മഴയായതുകൊണ്ട് തന്നെ അയലത്തെ വീട്ടിലൊന്നും എൻ്റെ ചിരി കേൾക്കത്തില്ല, നല്ല ശബ്ദമല്ലേ പുറത്ത്. അങ്ങനെ ഇടിയും മഴയും കാര്യങ്ങളൊക്കെ പെയ്യുമ്പോൾ ഞാനൊന്ന് കിടുങ്ങി. അപ്പോൾ തന്നെ അവനോട് ചോദിച്ചു, ചേച്ചി എന്നാ ഞെട്ടിയതാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഈ മിന്നലൊക്കെ പേടിയാണ് എന്ന് പറയുന്ന സമയത്ത്, ഞാൻ ചേച്ചിയുടെ അടുത്തല്ലേ പഠിക്കാൻ വന്നത്, ഇപ്പം ചേച്ചി ഇങ്ങനെ ഒരു പാവത്താനപ്പുറമുണ്ട് പേടിച്ചുറിയായിട്ടൊക്കെ എന്നവൻ പറയുന്ന സമയത്ത് എനിക്കൊരു കളിയാക്കൽ പോലെ തോന്നി. അതേ സമയം വരെ എന്നെ പേടിച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ചെക്കനാണ്. അങ്ങനെ കുറേ സമയം അവൻ ആ മൂവി ഇരുന്ന് കണ്ടതിന് ശേഷം അവൻ പെട്ടെന്ന് ആ ഒരു മൂവിയിലെ ആക്ട്രസ് ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്നെ എടുത്ത് കാണിച്ചു. ചേച്ചി ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊരു നൈറ്റ് ഡ്രസ് ക്യാൻസോൺ അങ്ങനെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് നാട്ടിൽ വന്നിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു, അത് ഞാൻ പിന്നിട്ടിട്ടില്ല, ആ സമയത്ത് മറ്റോ കൊണ്ടിട്ടിട്ടുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ചേച്ചി അന്ന് ഇട്ട് വരാമോ, ചേച്ചിയെ ആ ഒരു ലുക്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല, വീട്ടിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, ഹസ്ബൻഡ് വരുന്ന സമയത്ത് മാത്രം അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടും ചെക്കൻ പോകുന്നില്ലായിരുന്നു. അവരെന്നെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ അവിടെ ആരുമില്ലല്ലോ, അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടുകൊണ്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറി. അകത്താണെങ്കിൽ ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി ഓഫ് ചെയ്യാനായിട്ട്. ഞാൻ ഫാൻ ഓഫ് ചെയ്ത ശേഷം കഥ ഒന്ന് ചാരിയിട്ട് ആ ഒരു അലമാരയിൽ വെച്ചിരുന്ന ഒരു പഴന്തുണിയുടെ ആ ഒരു എടുത്തു നിന്നും ഞാൻ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും എടുത്തു. പണ്ടെപ്പോഴും എടുത്തിട്ടതാണ്. പിന്നെ ഹസ്ബൻഡിനെ കൊണ്ട് വലിയ പ്രയോജന കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ അടക്കി വെച്ചിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാലും ഉപയോഗം വന്നല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് അതൊന്ന് ഇട്ട് നോക്കി. അവൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പെണ്ണിനോട് തന്നെ ഒരു ഇഷ്ടം തോന്നത്തില്ലേ, അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതേപോലെ ഒരു ഇഷ്ടം എനിക്കും തോന്നി. എന്നോട് ഒരു സെൽഫ് ലവ് പോലെ എനിക്ക് തോന്നി തുടങ്ങി. അശ്ശോ, ഇതൊക്കെ നേരത്തെ ആവണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും ഞാൻ സുന്ദരിയായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിൽ പറഞ്ഞു. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് കെട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ പൊന്നു ചേച്ചി കാണാൻ സൂപ്പറായിട്ടുണ്ട്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പഴയ ആ ഒരു വാക്സിൻ ലവറാണെന്ന് പറയത്തില്ല, നല്ല ലുക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് അടിപൊളിയായിട്ട് അവൻ പുകഴ്ത്തി. ആ സമയം ഞാനൊരു പുഞ്ചിരിച്ചു. എടാ, ഞാനെൻ്റെ ഭർത്താവ് ഇട്ട സമയത്ത് ആ ടൈമിലൊക്കെ ഇട്ടിരുന്ന എപ്പോഴാണ് നീ പറഞ്ഞുകൊണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഒരു താക്കീത് പോലെ പറഞ്ഞു. ഞാൻ ചേച്ചി ഇങ്ങോട്ട് നിന്നേ, ഞാൻ ഈ ചേച്ചിയുടെ ഫോണിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാം, ഇത് ചേട്ടൻ അയച്ചു കൊടുത്ത് നോക്ക്, അടിപൊളിയായിരിക്കും. ചേട്ടൻ ഒരിക്കലും അടിപൊളിയല്ല എന്ന് പറയത്തില്ല, ചേച്ചിയെ കാണാൻ അത്രയും സുന്ദരിയായിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് അവനെന്നെ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പെട്ടെന്ന് അവൻ എന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി നമുക്കൊരു സെൽഫി എടുത്താലോ, ഞാനും ചേച്ചിയും മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു സെൽഫി നമ്മൾ എടുത്തിട്ടില്ലല്ലോ. പെട്ടെന്ന് ഞാൻ അത്രയും നാളും ഒരു പൊട്ട ചെറുക്കൻ, ഒരു ഭ്രാന്തനായ ചെക്കൻ, ഒന്നും അറിയാത്ത ചെക്കൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ചെക്കനായിരുന്നു. ഇപ്പം തന്നെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഉഷാറായിട്ട് സംസാരിക്കുന്നു, വളരെ വലിയൊരു പുരുഷൻ്റെ കണക്ക് സംസാരിക്കുന്നു. അതേ കണക്കൊക്കെ എനിക്കും തോന്നി. നീ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 4 സെൽഫിയും കാര്യങ്ങളും ഞാനും അവനും നിൽക്കുന്നതൊക്കെ എടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ കാലം കൂടിയാണ് ഞാനിങ്ങനെ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. ഒരുപാട് മുരടിച്ചൊരു ലൈഫായിരുന്നു എൻ്റേത്. ഇപ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. അങ്ങനെ കുറേ സമയം സെൽഫിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും കാര്യങ്ങളൊക്കെ തോർന്നു. അമ്മായി ഒന്ന് വരാൻ ഇനി കുറച്ച് സമയങ്ങൾ ബാക്കിയുണ്ട്. അവൻ പോകാണെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് പഠിപ്പിച്ചു വിട്ടതെല്ലാം നാളെ വന്ന് പറയണം കേട്ടോ, പഠിച്ചുകൊണ്ട് വരാതെ ഇങ്ങോട്ട് വന്നേക്കരുത്, കളിയും തമാശയൊക്കെ വേറെ, പിന്നെ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞ് അവനെ ഞാൻ വീട്ടിലേക്ക് വിട്ടു.
ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വോയിസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് മൈക്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ കഥയാവുന്നതിന് വീണ്ടും കാണാം കേട്ടോ. ബൈ.